വൃശ്ചിക മാസത്തിലെ പൗർണമി ദിനത്തിലാണ് എല്ലാ വർഷവും സോൺപൂർ മേള നടക്കാറ്. തൃശ്ശൂരിലെ നാണു എഴുത്തച്ഛൻ ഗ്രൂപ്പിലെ ജയഗോപാൽ, നന്ദിലത്ത് ഗ്രൂപ്പിലെ ഗോപു, രാജസ്വാമി എന്നിവരാണ് ബീഹാറിൽ വെള്ളം കാണാത്ത നാട്ടിൽ 3 പേരും കൂടി ആ യാത്രയിൽ 6-7 ആനകളെ കേരളത്തിലേക്ക് കൊണ്ടുവന്നു. അതിൽ നാണു എഴുത്തച്ഛൻ ഗ്രൂപ്പിലെ ജയഗോപാലാണ് ഇവനെ വാങ്ങിയത്. വാങ്ങുമ്പോൾ ഇവൻ മതപ്പാടിന്റെ കാലം പിന്നിട്ട് നിൽക്കുകയായിരുന്നു. റാം സിംഗ് എന്നായിരുന്നു അന്നത്തെ പേര്. വാങ്ങിയ നാൾ മുതൽ 8 മാസക്കാലം ഇവനെ നാണു എഴുത്തച്ഛൻ ഗ്രൂപ്പുകാർ സംരക്ഷിച്ചു. അതിനുശേഷം കാരയിൽ ബാലൻ എന്നയാൾ ഇവനെ വാങ്ങിച്ചു. ജയഗോപാൽ ഇവന് നാണു എഴുത്തച്ഛൻ അയ്യപ്പൻ എന്ന് പേരിട്ടു. പിന്നീട് വാങ്ങിയ കാരയിൽ ബാലൻ പേര് കാരയിൽ അയ്യപ്പൻ എന്നാക്കി മാറ്റി. കുട്ടോളി വീട്ടിലെ കൃഷ്ണൻകുട്ടി കാരയിൽ ബാലൻ്റെ കയ്യിൽ നിന്നും 3 വർഷങ്ങൾക്ക് മുമ്പാണ് ഇവനെ വാങ്ങുന്നത്. അതിനുശേഷം പേര് ഉട്ടോളി ഗണപതി എന്നാക്കി. ഗണപതിയുടെ ഏറ്റവും വലിയ സവിശേഷത ഇവൻ്റെ ഇണക്കവും അനുസരണയുമാണ്. കുട്ടോളി വീട്ടിലെ മറ്റാനകളായ രാജശേഖരനും അയ്യപ്പനും തങ്ങളുടെ പാപ്പാനെ അല്ലാതെ മറ്റൊരു പാപ്പാനെയും അനുസരിക്കാൻ കൂട്ടാക്കാറില്ല. എന്നാൽ ഗണപതിക്ക് അത്തരം പിടിവാശികളൊന്നുമില്ല. മറ്റ് 2 ആനകളുടെ പാപ്പാന്മാർ നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നതിൽ ഇവന് സന്തോഷമേ ഉള്ളൂ. പ്രത്യേകിച്ച് ഉട്ടോളി രാജശേഖരൻ്റെ 1ാം പാപ്പാനായ അശോകനോട് ഗണപതിക്ക് വലിയ സ്നേഹമാണ്. അങ്ങോട്ട് നൽകുന്ന സ്നേഹം തിരികെ അതേ അളവിലല്ലെങ്കിലും ന്യായമായ വിധത്തിൽ മടക്കി കിട്ടണമെന്നാഗ്രഹിക്കുന്ന വിശേഷ ബുദ്ധിയുള്ള ജീവിയാണ് ആന. ആനയെ ഒരിക്കലും അറിഞ്ഞ് വരുതിയിലാക്കാമെന്ന് കരുതരുത്. പകരം അറിഞ്ഞ് അവനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരണം. ക്ഷമയാണ് അതിനാവശ്യം. കേരളത്തിലെ നാട്ടാനകളിൽ നല്ലൊരു ശതമാനത്തിനും ഇന്ന് പാപ്പാന്മാരിൽ നിന്നും നല്ല ശിക്ഷയാണ് ലഭിക്കുന്നത്. വീറും കോളും കാണിച്ചു നിൽക്കുന്ന ആനയേക്കാൾ പലപ്പോഴും ആനക്കാരനായിരിക്കും പ്രശ്നക്കാരൻ. അതുകൊണ്ട് തന്നെ മികച്ച സ്വഭാവമുള്ള ആനപ്പാപ്പാന്മാർക്ക് എപ്പോഴും നല്ല തിരക്കായിരിക്കും. കുട്ടോളി തറവാട്ടിലെ ഗജവീരന്മാരെ ഉള്ളറിഞ്ഞ് സ്നേഹിക്കുകയും പരിചരിക്കുകയും ചെയ്യുന്നവരാണ് ഇവരുടെ പാപ്പാന്മാർ. കേരളത്തിലെ ഉത്സവപ്പറമ്പുകളിൽ ഇവരുടെ സാന്നിധ്യം കാത്തിരിക്കുന്ന ആനപ്രേമികളെ പാപ്പാന്മാർ തിരിച്ചറിയുന്നുണ്ട്. സ്നേഹപൂർണമായ പരിചരണത്തിലൂടെ ആനച്ചോറ് കൊലച്ചോറല്ലെന്ന് ഇവർ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു.